ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ചിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. നല്ലൊരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ. നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ആക്കുന്ന നല്ലൊരു എപ്പിസോഡാണ്. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാട്ടുന്നത്. രണ്ട് സിറ്റുവേഷൻ മാത്രമുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പക്ഷേ സൂപ്പർ എന്ന് പറയേണ്ടി വരും കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. കാരണം അത്ര രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ്. ആ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾക്കും എന്താണെങ്കിലും ഇഷ്ടമാകും. ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ അഭി ശംഖുചക്രത്തിൽ എത്തിയിട്ടുണ്ട്. അഭി അഞ്ജലി വന്നിറങ്ങുമ്പോൾ അഞ്ജലി കാണുമ്പോൾ ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അനുപമയും താഴെ നിൽക്കുന്നുണ്ട്. അനുപമയുടെ മനസ്സിൽ അഭി അഞ്ജലിയെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുക അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അഭി ഓടിപ്പോകുന്ന കാണുമ്പോൾ തന്നെ അനുപമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, അഞ്ജലി എത്തിയിട്ടായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അഭി ഓടിച്ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അഭി ഓടിച്ചെല്ലുന്ന ഈ ഒരു സമയത്ത് എനിക്ക് സത്യത്തിൽ ഒരു വിഷമവും സങ്കടവും തമാശയും എല്ലാ ഒരു സംഭവം എനിക്ക് തോന്നി. കാരണം അഭിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അഭിയുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അഭിയുടെ മുഖത്തെ ഒരു സന്തോഷം കാണണം അഞ്ജലിയെ കാണുമ്പോൾ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും, സങ്കടം തോന്നും, വിഷമം, എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുള്ളി എത്രത്തോളം അഞ്ജലി സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയി, കിട്ടിയില്ല. അവസാനം ചതിയിൽ പെടുകയും ചെയ്തു. അവസാനം അതേ അഞ്ജലി തന്നെ ഈ ശംഖുചക്രത്തിൽ സ്വന്തം അനിയൻ്റെ ഭാര്യയായിട്ട് വരാൻ കൂടി പോകുന്നു. ആ ഒരു അവസ്ഥ എന്താ അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് ചില മനുഷ്യരുടെ സ്വഭാവം മാറ്റാനും ഒരു നന്മയുടെ പാതയിൽ നിന്ന് ദുഷ്ടത്തരത്തിലേക്ക് നീങ്ങാനൊക്കെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഉണ്ടാകുന്നത് അല്ലേ. മനുഷ്യരാരും അങ്ങനെ ദുഷ്ടന്മാരാകണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ചില സാഹചര്യങ്ങളാണ് അങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു മനസ്സ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ ഒരു അവസ്ഥയാണ് സത്യത്തിൽ അഭിക്ക് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. മുമ്പ് ഞാൻ അഭിയുടെ ഒരു സംഭവത്തെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് അഭി ഒരുപക്ഷെ അർജുൻ്റെയും അഞ്ജലിയുടെ നേരെ തിരിയും. ഒരിക്കലും അനുപമയോ അല്ലെങ്കിൽ കുറുപ്പോ രാഘവനൊന്നും അല്ല പ്രധാനമായും അഞ്ജലിക്കും അർജുനും ശത്രു. ഉറപ്പായിട്ടും അത് അഭി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് കേട്ടോ കാര്യങ്ങൾ തോന്നിയത്. അഭിയുടെ ഒരു മുഖത്തെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ അഭി അഞ്ജലിയുടെ അടുത്ത് ഓടിച്ചെല്ലും. അനുപമയും പുറകെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, പുറകിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രണ്ടിലേക്ക് അനുഭവം വരില്ല. അപ്പോൾ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അഞ്ജലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ. അഞ്ജലിയെ കണ്ടപ്പോൾ തന്നെ അഭി ചോദിക്കും, അഞ്ജലി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ശംഖുചക്രത്തിൽ എന്താണ് അഞ്ജലി കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ അഭിയെ കണ്ടപ്പോൾ ആകെ ഷോക്കഡായി നിൽക്കുകയാണ് കേട്ടോ അഞ്ജലി ആണെങ്കിൽ ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ പറ്റി അഞ്ജലി അധികം ആലോചിച്ചിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അഭി അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ജലി അങ്ങ് ഷോക്കായിപ്പോയി. ഒന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, എങ്ങനെ പറയും ഈ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പത്തിന് പറയുന്ന അനുഭവം വിളിച്ചു പറയും, അവളുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറയും. അപ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ അഭി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് അനുഭവം പറയും, അവളുടെ ഭർത്താവിനെ കാണാനായിട്ട് വന്നത്. നിങ്ങൾക്ക് ഒരു ലൂസ് നട്ടുണ്ട്, നിങ്ങൾക്ക് പിരി ഇളകി നിൽക്കുകയാണ്. ഇവളുടെ ഭർത്താവിനെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനും അഭിക്കാക്ക് ഭ്രാന്ത് പിടിക്കും. അഭിക്കാണൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അഭി പറയും, നിനക്ക് തലയ്ക്ക് മുഴുത്ത വട്ട, നീ എന്തൊക്കെ കാര്യങ്ങളിലൊക്കെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അനുപമ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ അഞ്ജലി കുട്ടിയുടെ കഴുത്തിലെ താലി ഇങ്ങനെ പൊക്കിയെടുത്ത് കാട്ടിയിട്ട് പറയും, ഈ താലി കണ്ടോ, ഇത് നിങ്ങളുടെ സ്വന്തം അനിയനായ അർജുൻ കെട്ടിയ താലിയാണ്. ഇവള് ഈ ശംഖുചക്രത്തിലെ മരുമകളാണ്. അപ്പോൾ ഇവളാരാണ്? നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ അവളാരാണ്? നിങ്ങളുടെ അനിയത്തി. ഇത് നിങ്ങളുടെ സ്വന്തം അനിയത്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അനുപമ അങ്ങ് കലിപ്പടിച്ച് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് ആ ഒരു സമയത്തിന് അഞ്ജലിയും കയറിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഈ ഒരു സംഭവത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് എന്താണ് തനിക്ക് ചുറ്റും നടന്നിരിക്കുന്നത്, താൻ 2 ദിവസം മാറി നിന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്നും ഈ അഭിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അഭി അങ്ങ് ആകെ തല പെരുത്ത് കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അർജുനും കൂടി വന്നിറങ്ങുകയാണ് കേട്ടോ. അർജുൻ ജീപ്പിൽ വന്നിറങ്ങും. അപ്പോൾ അർജുൻ അഭിനെ കാണുന്നതിന് ഓടി വരും. ചേട്ടൻ എപ്പോഴാണ് എത്തിയത്, ചേട്ടൻ ഇപ്പോൾ എത്തിയുള്ളൂ, എപ്പോഴാണ് എത്തിയതെന്ന് ചോദിക്കും. അപ്പോഴത്തേനും അഭിക്കാകെ ദേഷ്യം സത്യത്തിൽ ഉള്ളിലിങ്ങനെ കത്തി നിൽക്കുകയാണ്, ഉരുകി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അഭിയെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ചോദിക്കും, അതൊക്കെ എവിടെ നിൽക്കട്ടെ, ഞാൻ എപ്പോഴാണ് വന്നത് അതൊന്നും നീ നോക്കണ്ട, ഞാൻ നിന്നോട് കാര്യം ചോദിക്കാം,
ഇപ്പം ഇവിടെ നടന്ന സത്യമാണോ? നീ അഞ്ജലി വിവാഹം കഴിച്ചോ? അതിന് അർജുൻ പറയും, ചേട്ടാ അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ കാര്യങ്ങളെല്ലാം അബിയോട് അർജുൻ പറയുകയാണ് ഓരോന്നായിട്ട്. ആ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യം, താലി കെട്ടിയ സാഹചര്യം, അതുപോലെ തന്നെ അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അർജുൻ അബിയോട് പറയുകയാണ്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, ചേട്ടനോട് പറഞ്ഞതല്ലേ, എനിക്കും അഞ്ജലിക്കും ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടുന്നില്ല, ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, എൻ്റെ പെണ്ണുമ്പള്ളി നീ വിളിച്ചിറക്കൊണ്ട് വാടാ, ചേട്ടൻ നിന്നെ സഹായിക്കാം, ചേട്ടൻ നിനക്ക് എല്ലാ സപ്പോർട്ടും തരാം, അങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, എന്നെ സഹായിക്കണം ചേട്ടാ, വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല അബി ചേട്ടാ, ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അബിയുടെ കയ്യിലൊക്കെ അർജുൻ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാനാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അബിക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. അബി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉരുകി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അർജുൻ കയറിപ്പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് അനുപമ പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അനുപമ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അവൾ നിങ്ങളുടെ അനിയത്തി, ആ ഒരു രീതിയിലാണ് നിങ്ങൾ അവളെ കാണേണ്ടത്. അല്ലാതെ നിങ്ങൾ അവളെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഈ ശംഖുചക്രം തന്നെ ഞാൻ തകർത്ത് കളയും. അങ്ങനെ അനുപമ അബിയോട് പറയും. അങ്ങനെ അനുപമ അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോക്കിൽ നിന്ന് റിലീസാകാൻ കൂടി സത്യത്തിൽ അബിക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഒരു ദുഷ്ടനായി മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അബിയുടെ കാര്യം ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട് കേട്ടോ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് വന്ന എപ്പിസോഡിൽ ആദ്യത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ ഒരു പകുതിയോളം എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പം നല്ലൊരു സീനാണ് കേട്ടോ, നല്ല എൻഗേജിങ് ആയിട്ടുള്ള സീനുകളായിരുന്നു. ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്ന ഒരു സീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ ആര്യയും പത്മയൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ പാർത്ഥസാരഥി എത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സീനുകൾ കിടക്കുന്നുണ്ട്, അത് നല്ല അടിപൊളിയാണ് കേട്ടോ. പാർത്ഥസാരഥി വരുന്നത് നമുക്കറിയാം, ആര്യയെ കണ്ടപ്പോഴേ തന്നെ നമ്മുടെ പാർത്ഥസാരഥിയുടെ ഉള്ളിൽ ഒരു സ്പാർക്ക്, പ്രണയത്തിൻ്റെ സ്പാർക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പാർക്ക് ഒന്ന് ആളി കത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് പാർത്ഥസാരഥി വരികയാണ്. പക്ഷെ പുള്ളി വളരെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ നമ്മുടെ ആര്യക്കുട്ടിക്ക്. അപ്പം അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവളെ എഴുന്നേറ്റ് നടത്തിക്കണം, അവളെ സ്വന്തമാക്കണം എന്ന് പോലും പാർത്ഥസാരഥിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് പുള്ളി അവിടെ വരുന്നത്. അങ്ങനെ ആര്യയുടെ അടുത്ത് വരികയും അവിടെ സംസാരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. റൊമാൻറ്റിക് എന്താ പറയുക, പാർത്ഥസാരഥിയുടെ ഉള്ളിൽ ഇങ്ങനെ ആര്യയോടുള്ള സ്നേഹം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യയ്ക്കിത് മനസ്സിലാവുന്നുണ്ട്, അവർ തമ്മിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ പാർത്ഥസാരഥി ഇങ്ങനെ ഓരോ ഓഫർ വയ്ക്കുകയാണ് ആര്യയ്ക്ക്. അതായത് നമ്മുടെ പാർത്ഥസാരഥി ഒരു ബിസിയാണ്, പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനും സംഭവങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഡോക്ടർമാരായിട്ടുള്ള, അപ്പോൾ അവരുമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ ആര്യനെ നടത്തിക്കാമെന്ന് 100% ഉറപ്പ് നമ്മുടെ പാർത്ഥസാരഥി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സംഭവം കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഈ രണ്ട് സീനുകളേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്, പക്ഷേ നല്ല എൻഗേജിങ് ആണ്. നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കുക. എനിക്കറിയാം നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം നല്ല രീതിയിൽ നമുക്കൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെയാണ്, ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്നവർക്കൊന്നും അത് കാണാനുള്ള ടൈം കിട്ടുന്നില്ല. അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാത്രിയിൽ പ്രൊമോയുടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.